എം.ആർ. അജിത്കുമാർ ഒരുപാട് ആരോപണങ്ങളൊക്കെ കേട്ട പിണറായി വിജയന്റെ വിശ്വസ്തനായ ഒരു ദാസ്യപ്പണിക്കാരൻ പോലീസിൽ എന്ന് തന്നെ പറയേണ്ടി വരും. എം.ആർ. അജിത്കുമാറിനെതിരെ ഒരു ഓമന പേരുള്ള രക്ഷാപ്രവർത്തനമൊക്കെ ഉണ്ട്. പിന്നെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം UDF സർക്കാർ വന്നപ്പോൾ പറഞ്ഞത് അത് ആര് ചെയ്താലും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് ആഭ്യന്തരമന്ത്രി ഘോരഘോരം പ്രസംഗിച്ചത്. പക്ഷേ അജിത് കുമാറിന് പ്രൊമോഷൻ കിട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയുകയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രിയും എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഈ 2026 ജൂലൈ ഈ മാസം ഏതാണ്ട് അവസാനമാകുമ്പോഴേക്കും ഒരു DGP തസ്തിക ഒഴിവ് വരും. ആ തസ്തികയിലേക്ക് സ്വാഭാവികമായിട്ടും സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ എം.ആർ. അജിത് കുമാറിന് പദവി ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കുന്നു. DGP അത് മന്ത്രിക്ക് സമർപ്പിക്കുന്നു, സർക്കാരിലേക്ക് എത്തുന്നു. ഈ നടപടിക്രമങ്ങൾ വന്നാൽ വളരെ പെട്ടെന്ന് സർക്കാരിന് ആക്ഷൻ എടുക്കാം, അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാം. അങ്ങനെ സസ്പെൻഡ് ചെയ്താൽ DGP തസ്തികയിലേക്കുള്ള പ്രൊമോഷൻ അവിടെ തടയപ്പെടും. എന്ന് പറഞ്ഞാൽ അജിത് കുമാറിന് DGP ആകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. റവത ചന്ദ്രശേഖർ എന്ന് പറയുന്ന DGPക്ക് മുന്നിലേക്ക് അന്വേഷണ റിപ്പോർട്ട് എത്തുന്നു. അദ്ദേഹം പറയുന്നു കൂടുതൽ വ്യക്തത വരുത്തി പുതിയ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പോൾ എന്തെടുക്കും? കുറച്ചുകൂടി കാലതാമസം എടുക്കും. ആ കാലതാമസത്തിനുള്ളിൽ ഈ പറയുന്ന ജൂലൈ അവസാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയാണെങ്കിൽ അജിത് കുമാറിന് തടസ്സം കൂടാതെ പ്രൊമോഷൻ ലഭിക്കും. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു. ഇതിന്റെ തലപ്പത്തേക്ക് വന്നത് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥരാണ്. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ ഇവിടെ അന്വേഷണം നടത്തുന്നു, റിപ്പോർട്ട് തയ്യാറാക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതിനിടയിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ പുതിയ ഉത്തരവിറങ്ങുന്നു. ഷൗക്കത്ത് അലിയെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിക്കുന്നു. ഒരുപക്ഷെ കൺഫേർഡ് IPSകാരൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വരുന്നത് തന്നെ നടാടെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോകുന്നു, ഗൗരവമുള്ള ഉത്തരവാദിത്തത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മറ്റു പല ഉദ്യോഗസ്ഥരെയും പല വകുപ്പുകളിലേക്ക് മാറ്റുന്നു. ചുരുക്കം പറഞ്ഞാൽ ആലപ്പുഴയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചുമതല ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലേക്ക് പോയി. അതായത് SIT ഇപ്പോൾ ഇല്ല. പിന്നീട് ആരാണുള്ളത്? ഈ അന്വേഷണം നടത്തേണ്ട ക്രൈംബ്രാഞ്ച്. അത് ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള പുതിയ SP ഇടുക്കിയിൽ നിന്ന് വരികയും ചെയ്തു. അപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ. ഈ രവത ചന്ദ്രശേഖർ എന്ന് പറയുന്ന DGP കൂടുതൽ വ്യക്തത വരുത്തി സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് മടക്കിയല്ലോ. ഈ റിപ്പോർട്ട് ആർക്ക് മടക്കി? SITക്ക് മടക്കി കൊടുത്തോ അതോ ക്രൈംബ്രാഞ്ചിന് മടക്കി കൊടുത്തോ? വലിയ സംശയം. ഇത് പോലീസിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള വിവാദത്തിന് വഴിവെച്ചു. അതായത് ADGP എം.ആർ. അജിത് കുമാർ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണല്ലോ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനം വെക്കേണ്ടി വന്നത്. ശരി, ഈ LDF ഭരണം കഴിഞ്ഞു, പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിച്ചു, UDF സർക്കാർ വരുന്നു. അന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ ഒരു കാര്യവും മറക്കാറില്ല, ഞങ്ങൾക്ക് മേൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ അന്വേഷണം നടത്തും. അപ്പോൾ തോമസ് എന്ന് പറയുന്ന ഒരു MLA ഇയാളുടെ എടുത്തോ അദ്ദേഹത്തിനാണല്ലോ MLA പദവിയൊക്കെ കിട്ടിയത്. എന്തുകൊണ്ടാണ്? ഈ മർദ്ദനമേറ്റത് കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അങ്ങനെയുള്ള തോമസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ എന്താ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ സർക്കാർ കർശനമായ നടപടിയെടുക്കും. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ചുമതലയേറ്റു, കർക്കശമായ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ, അന്വേഷണ റിപ്പോർട്ട് കൃത്യസമയത്ത് സമർപ്പിക്കാതെ ഇത് അനന്തമായിട്ട് നീണ്ടുപോകുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതാ രമേശ് ചെന്നിത്തല പിണറായി വിജയന് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. പിണറായി വിജയന്റെ വിശ്വസ്തരെ അങ്ങനെയൊന്നും ചതിക്കാൻ രമേശ് ചെന്നിത്തലയും തയ്യാറാകുന്നില്ല. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് പെട്ടെന്ന് രമേശ് ചെന്നിത്തല കുറച്ച് കയർത്ത് സംസാരിച്ചു. നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഈ റിപ്പോർട്ട് ആദ്യം ആഭ്യന്തര സെക്രട്ടറിക്ക് പോകണം, സെക്രട്ടറിയിൽ നിന്ന് മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ പോകണം, അവിടെ നിന്ന് പിന്നീട് മന്ത്രിയിലേക്ക് വരണം, നിങ്ങൾക്ക് ഇതെന്താ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എന്തിനാണ് മാധ്യമപ്രവർത്തകരോട് ചൂടാകുന്നത്? ഈ റിപ്പോർട്ട് വന്നിട്ട് തൻ്റെ പാർട്ടിയിലുള്ള ഒരു MLAക്ക് നീതി നടപ്പാക്കണമെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് വളരെ പെട്ടെന്ന് നടപടിയെടുത്തൂടെ? റിപ്പോർട്ട് DGP റിപ്പോർട്ട് കിട്ടി. സംശയം തോന്നുന്നു, ശരി, അന്വേഷണ വിധേയമായി ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാം. ആ വരി ആലോചിക്കണം, അന്വേഷണ വിധേയമായി. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ DGP തസ്തികയിലേക്കുള്ള പ്രൊമോഷൻ ഇവിടെ തടസ്സപ്പെടും. അപ്പോൾ പിണറായി വിജയനും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ചില അവിശുദ്ധമായ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ആലോചിക്കുന്നത് ബാഹുബലി സിനിമയിലെ കട്ടപ്പയാണ് ചെന്നിത്തല. കാരണം UDF നേതാക്കളെയൊക്കെ മുന്നിൽ നിന്ന് ഞാനിതാ കൂടെയുണ്ട്, പക്ഷെ കട്ടപ്പ അതിൽ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. പക്ഷെ ചെന്നിത്തല ചെയ്യുന്നത് പിണറായിക്ക് വേണ്ടിയാണോ എന്ന് പലരും സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. പിന്നിൽ നിന്ന് അങ്ങ് കുത്തുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് ചെന്നിത്തല എന്ന് മനസ്സിലാകുന്നത്. നമ്മളൊക്കെ വിചാരിച്ചത് എന്താണ്, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട ആർക്കും അന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തിയവരെ സാധാരണ ജനങ്ങൾക്കാണെങ്കിലും അന്ന് ആ AD തോമസിനെയും കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അടിച്ച ആ ഗൺമാനെയും പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആളെയും
സന്ദീപ് അനിൽകുമാറും രണ്ടുപേരെയും വലിച്ചു കീറാനാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവർക്കെതിരെ ശരി UDF സർക്കാർ വന്നു, അവരുടെ പാർട്ടിക്കാരെയാണല്ലോ തൊട്ടത്, സ്വാഭാവികമായും നടപടി ഉണ്ടാകും. ഉടൻ തന്നെ നടപടി ഉണ്ടായി. അജിത് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ വീട് വയ്പുമായി ബന്ധപ്പെട്ടും സാമ്പത്തികമായി ബന്ധപ്പെട്ടും തൃശ്ശൂരിലെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും RSSന്റെ ഒരു നേതാവിനെ കണ്ടതുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും അന്ന് ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വലിയ ആരോപണം MR അജിത് കുമാറിന് നേരെ ഉന്നയിച്ചതൊക്കെയാണ്. സ്വാഭാവികമായി അവർ അധികാരത്തിൽ വരുമ്പോൾ ഇത്ര പുരണ്ട ഒരു ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്ത് നിന്ന് സിനിജി പറഞ്ഞതുപോലെ അവയുടെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു. അന്വേഷണം കഴിഞ്ഞിട്ട് വരട്ടെ. പക്ഷെ അതല്ല ഇവിടെ നടന്നത്. ഇവിടെ പിണറായിയുടെ ഇപ്പോഴും, അതായത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ചർച്ചയ്ക്ക് വന്ന റെജി ആണെന്ന് തോന്നുന്നു. റെജി സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴും ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായിയാണ്, P ശശിയാണ്. കാരണം ചെന്നിത്തല നേരത്തെയും ചെന്നിത്തലയും പിണറായിയും തമ്മിൽ ചില സൗഹൃദങ്ങൾ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. കടകംപള്ളി സുരേന്ദ്രൻ ഹെൽമറ്റ് പോലും വയ്ക്കാതെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഒരു സ്കൂട്ടർ ഓട്ടിച്ചു വന്ന വീഡിയോ നമ്മൾ കണ്ടതല്ലേ. രമേശ് ചെന്നിത്തലക്കെതിരെ കടകംപള്ളി സുരേന്ദ്രൻ ഹെൽമറ്റ് വെക്കാത്തതിന് പെറ്റിയടിച്ചോ? ഇല്ല. സാധാരണക്കാരനാണെങ്കിൽ പോലീസ് കൈ നിർത്തി അവരെ വീട്ടിൽ വരെ പെറ്റി പോയില്ല. അപ്പോ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? എന്ത് ഒത്തുതീർപ്പാണ് ഇവർ തമ്മിൽ നടന്നത്? ഇനി MR അജിത് കുമാറിന് വേണ്ടി സംസാരിക്കാൻ കടകംപള്ളി രമേശ് ചെന്നിത്തലയെ കാണാൻ പോയതാണോ? അതുകൊണ്ടാണോ ഈ റിപ്പോർട്ട് പൊടുന്നനെ ആർക്കയക്കണം, എവിടെ അയക്കണം? ഷൗക്കത്ത് അലി അങ്ങ് പോയി, ബൈജു പൗലോസ് അവിടെ തന്നെ നിൽക്കുന്നു, ഒന്നും ചെയ്യാൻ കഴിയാതെ പുതിയ ആള് വരുന്നു. MR അജിത് കുമാർ അടുത്ത DGP കൂടി ആയാൽ കേരളത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രമല്ല, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ച് ഇല്ലാതാക്കി നിലംപരിശാക്കി മരണശയ്യ വരെ എത്തിച്ച ഒരാൾ കേരളത്തിന്റെ DGPയുടെ തലപ്പത്ത്, അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആഭ്യന്തരമന്ത്രി ആദ്യം രാജിവെച്ച് പോകണം. സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രമേശ് ചെന്നിത്തല ആ സ്ഥാനത്തിരിക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം എന്ത് കണ്ടിട്ടാണ് ആർക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക? സിന്ധിജി പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ ഒരു റിപ്പോർട്ട്, എനിക്ക് ആ റിപ്പോർട്ട് 10 ദിവസത്തിനകത്ത് എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം. DGP ആ റിപ്പോർട്ട് സമർപ്പിക്കൂ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിങ്ങൾക്ക് സമർപ്പിച്ച റിപ്പോർട്ട് എനിക്ക് സമർപ്പിക്കണം. സമർപ്പിച്ച റിപ്പോർട്ടിൽ MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ശരി, MR അജിത് കുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പറ്റില്ല. കാരണം 2026 ജൂലൈ അവസാനത്തോടുകൂടി MR അജിത് കുമാറിനെ DGP പ്രൊമോഷൻ ലിസ്റ്റിൽ MR അജിത് കുമാറിന്റെ പേര് കൂടി തള്ളിക്കയറ്റണമെങ്കിൽ MR അജിത് കുമാർ ഇതിനുള്ളിൽ ഉണ്ടാകണം. പക്ഷേ ഈ തീരുമാനമൊക്കെ വരുന്നത് കേന്ദ്രത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. ഈ DGP തീരുമാനങ്ങളല്ലേ കേരളത്തിൽ നിന്നാണല്ലോ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇവിടെ പ്രശ്നമില്ല. MR അജിത് കുമാറിനെ കുറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു ക്ലീൻ അത്തരത്തിൽ കൊടുത്തപ്പോ തള്ളികളഞ്ഞില്ലേ? അതാ പറഞ്ഞ കേരള സർക്കാർ കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് കേന്ദ്രം എടുക്കുന്നതല്ല. കേന്ദ്രം ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കാനല്ലോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ FIR തിരുത്തി, അതുപോലെ അവിടുത്തെ ബാക്കിയുള്ള ഡയറി തിരുത്തി, എല്ലാ കാര്യങ്ങളും തിരുത്തി. ഇത് കൃത്യമായിട്ട് SIT കണ്ടെത്തിയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായിട്ടുള്ള ഷൗക്കത്ത് അലി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിലേക്ക് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിക്കുന്നു. അദ്ദേഹത്തിന്റെ ചുമതല കഴിഞ്ഞല്ലോ. നിങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആർക്ക് കൊടുക്കണം? DGP കൊടുക്കണം. സംസ്ഥാന പോലീസ് മേധാവി ഇത് പരിശോധിച്ചിട്ട് പറയുന്നു, ഇതിൽ കുറച്ച് ക്ലാരിറ്റിയുടെ കുറവുണ്ട്. ഈ ക്ലാരിറ്റിയിൽ ഇന്ന പ്രശ്നങ്ങൾ പോയിന്റ് കുറവുണ്ട്. അതെല്ലാം തിരുത്തി ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് കൊണ്ടുപോവാ. ഇനി ഈ ക്ലാരിഫൈ ചെയ്ത് ഈ റിപ്പോർട്ട് ഒന്നുകിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായുള്ള ഷൗക്കത്ത് അലിയിലേക്ക് എത്തണം. അപ്പൊ ഷൗക്കത്ത് അലി എവിടെയാണ്? കോഴിക്കോട്ടാണ്. റിപ്പോർട്ട് കോഴിക്കോട്ട് പോകണം. അപ്പൊ പോകാൻ എടുക്കുന്ന സമയം, ഇനി റിപ്പോർട്ട് ഷൗക്കത്ത് അലിയുടെ കിട്ടിയാൽ അത് പഠിക്കാൻ എടുക്കുന്ന സമയം, ആ തിരുത്തൽ കറക്റ്റ് ആക്കിയിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പം. ഈ കേരളത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറിയിലേക്ക് എത്തും. സെക്രട്ടറി പിന്നീട് ഇത് മന്ത്രിക്ക് സമർപ്പിക്കും. മന്ത്രി അത് DGPക്ക് കൊടുക്കുമോ എന്തെയോ നമുക്കറിയില്ല. അപ്പോൾ ഈ മന്ത്രി എടുക്കുന്ന തീരുമാനം DGPക്ക് മുമ്പാണോ ശേഷമാണോ ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പക്ഷേ സേനയിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് കള്ളക്കളി അറിയാം. അവർ പറയുന്നു ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി UDF സർക്കാർ വഴിവിട്ട കളി നടത്തുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമുണ്ട്. അപ്പൊ MLAയുടെ കൂടെ നിൽക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ഇപ്പുറത്ത് വന്നിട്ട് പറയുന്നു കോൺഗ്രസിന്റെ നേതാക്കളോട്. അപ്പുറത്ത് പോയിട്ട് എന്ത് പറയുന്നു? പിണറായി വിജയ, നിങ്ങളുടെ ആളിനെ ഞാൻ സംരക്ഷിച്ചോളാം, അയാളെ DGP അവസരം വന്നപ്പോൾ DGP കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയോ? പണ്ട് ടോമിൻ ജെ തച്ചങ്കരിക്കൊക്കെ വന്ന പോലുള്ള അനുഭവം ഉണ്ടാവും. അവസാനം കാത്തുകാത്തിരുന്ന ആ പദവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പൊ സുപ്രധാന പദവിയിലേക്ക് എത്താതെ MR അജിത് കുമാർ വിരമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് നടപടിയൊന്നും എടുക്കുന്നില്ല. ഈ പ്രൊമോഷൻ ലിസ്റ്റ് വരുമ്പോൾ ഇദ്ദേഹം DGP ആയിക്കോട്ടെ, DGP ആയതിനു ശേഷം ഇങ്ങനെ പ്രശ്നമുണ്ട്.
ഒരു പക്ഷേ അന്ന് ഈ തോമസ് എന്ന് പറയുന്ന MLA പറഞ്ഞ് സമാധാനിപ്പിക്കാൻ VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ സാധിക്കും. ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന രീതിയിൽ VD സതീശൻ കൃത്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും രമേശ് ചെന്നിത്തല സമാന്തരമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ VD സതീശനേക്കാൾ സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലായിരിക്കാം. എന്തായാലും ആരാണ് ഇതിനകത്ത് കള്ളക്കളി നടത്തുന്നത് അറിയത്തില്ല. നടത്തുന്ന കള്ളക്കളിയുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിന് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്.